Good evening, everyone. Welcome to OET Speaking Speculation. This is me, 𝐎𝐤𝐞𝐚𝐤𝐢𝐧𝑠 from Neethu's Academy. So, yes, I'm here today to discuss very important points you need to know about how to start learning about the OET speaking. So, അപ്പോൾ നമ്മൾ ബേസിക്കലി എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ ഈ പോയിന്റ് മനസ്സിലാക്കണം എന്നുള്ള എല്ലാ പോയിന്റ്സുമാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, we will be looking into each and every small details about OET സ്പീക്കിംഗ്. നിങ്ങളൊരു ഫ്രഷർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, കോച്ചിങ് കുറച്ച് നാളായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്പീക്കിംഗ് കാർഡിൻ്റെ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കാം, എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ഒരു 3 മിനിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടൈപ്സ് ഓഫ് ടാസ്കുകൾ വരുമ്പോൾ പല ടൈപ്സ് അനുസരിച്ച് എങ്ങനെ വേണം അത് ഡീൽ ചെയ്യാൻ, അത് പ്രസൻറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ വരുന്ന A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ യു ഗൈസ് മേക്ക് ഷ്യൂർ ദാറ്റ് യു റേസ് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് via comment section, whatever you want to ask me about OET speaking. Make this like a two-way communication, so let's learn together. Alright, so may this day or this live session or the following lives be the part where you're going to clarify all your concerns, all your doubts about OET speaking. എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെ പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്, 3 മിനിറ്റ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ എനിക്ക് സിനാരിയോസ് മനസ്സിലാക്കാൻ സാധിക്കും, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ യെസ്, ഐ നോ ദാറ്റ് ദർ ആർ എ ലോട്ട് ഓഫ് നോൺ മലയാളീസ് ഓൾസോ വാച്ചിങ് ദിസ് സെഷൻ, സോ I will be switching the language. So whatever I say in my regional language, I will be saying that in English as well. So you do not have to worry about missing out on any points. Okay, so I request all of you to be patient with that, and I really do appreciate your patience too. So if ഞാൻ എന്തെങ്കിലും മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ, if at all I'm explaining anything in Malayalam, I will be explaining that in English too. Okay, so yes, good evening everyone. So I hope all of you are having a really good time and you are preparing really well as well. എപ്പോഴും ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ്, നിങ്ങൾ ഒരുപാട് കാർഡുകൾ ചെയ്യുന്നു എന്നൊരു പോയിൻറ്റിനേക്കാളും യു നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് സ്ട്രാറ്റജൈസിങ് യുവർ ലേണിംഗ്. എവിടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, യു നീഡ് ടു ഹാവ് ഒരു സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നൊരു കാര്യം. യു നീഡ് ടു അനലൈസ് യുവർ സെൽഫ്, യുവർ പെർഫോമൻസ്, നീഡ് ടു നോ വാട്ട് ഈസ് യുവർ സ്ട്രോങ് പോയിൻറ്റ്, വാട്ട് ഈസ് യുവർ വീക്ക് ഏരിയ. നിങ്ങൾക്കൊരു ഡിസേർവ് ചെയ്യുന്ന ഒരു സ്കോർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സ്കോറിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത്, ആ പോയിന്റിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ പോയിൻറ്റ്സുകളും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ ഇന്നൊരു കാർഡ് ചെയ്തു, അല്ലെങ്കിൽ നാളെ ഒരു 2 കാർഡ് ചെയ്തു, 3 കാർഡ് ചെയ്തു, അതിലല്ല ഒരു പോയിന്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് എ ലോട്ട് ഓഫ് മെറ്റീരിയൽസ്, അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്. നിങ്ങൾ ഒരു കാർഡ് ചെയ്താലും അതിൽ നിങ്ങൾ പെർഫോം ചെയ്തപ്പോൾ വരുത്തിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, നിങ്ങൾ കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്തൊക്കെയാണ്, എവിടെയാണ് എനിക്ക് ഡിഫിക്കൽട്ടി വരുന്നത്, ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് സ്റ്റക്ക് ആവുന്നു, എനിക്ക് ടാസ്കുകൾ വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, 3 മിനിറ്റ്സിലേക്ക് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്. ആൻഡ് യെസ്, ഐ ടോട്ടലി അഗ്രി. നിങ്ങൾ ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തിയാൽ there will be a lot of points that you will figure out, yes, I need to improve. സത്യമാണ്, ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ആവേണ്ട ആവശ്യമോ ഇല്ല. മേക്ക് ഷ്യൂർ ദാറ്റ് വൺസ് യു അനലൈസ് ഇതൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ നിങ്ങളൊരു എന്താ പറയുക, യു ഹാവ് പ്രോഗ്രസ്ഡ് എ ലോട്ട്. Okay, so once you have analyzed your areas that you need to work on, it's more easier for you to give or put in that effort to ഷോ എ ബെറ്റർ പിക്ചർ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ബേസിക്കായിട്ട് ഒരു കാർഡ് കയ്യിൽ കിട്ടിയാൽ ഇത് ഏത് കോണ്ടെക്സ്റ്റ് ആണ്, ഈ കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അങ്ങനെ വേണ്ടുന്ന എല്ലാ ബേസിക് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലേ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ യെസ്, വെൽക്കം എവറി വൺ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ. എല്ലാവരും ഒരു പേപ്പറും ഒരു പെന്നും ഒരു ബുക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാം. നമുക്ക് ഓരോ പോയിൻറ്റ്സും നമുക്ക് നോട്ട് ചെയ്ത് തന്നെ പോവാം. സോ മേക്ക് ഷ്യൂർ യു ഗൈസ് മേക്ക് നോട്ട്സ്. സംശയമുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഫീൽ ഫ്രീ ടു ആസ്ക് മീ via
the comment box. Okay, so let's get started. So you can see my heading here, everything about OET speaking. So you guys know the exam format. Other than confusions on you have 2 role plays for the examination. You start with the warm-up session, which is not assessed, yeah, but still നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി ഗിവൻ യുവർ ഫസ്റ്റ് ക്യൂ കാർഡ് ആൻഡ് യു വിൽ ബി ഹാവിംഗ് 3 minutes time to prepare it. Followed by that, you will have a first role play. After your 5 minutes, they will take back the cue card. They will hand over the second cue card. Again, the same thing repeat. So make sure your idea ഒക്കെ നിങ്ങൾക്കുണ്ട്, അസസ്മെൻറ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. Now let's get into the theoretical aspects of all these points you need to know. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. You see on a card you have the setting, you have the background information, that is the context statements, and then you have the tasks given. ഈ 3 സെഗ്മെൻറ്റ്സ് ആണ് ഒരു കാർഡിലുള്ളത് അല്ലേ. അപ്പോൾ ഈ 3നും ഒരു പേർപ്പസ് ഉണ്ട്. സെറ്റിംഗ് എന്തിനുള്ളതാണ്? സെറ്റിംഗ് ലെറ്റ്സ് യു നോ വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് you work at or where this conversation is taking place എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാനാണ് സെറ്റിംഗ് ഉള്ളത്. സെറ്റിംഗ് ഒരിക്കലും ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഒരു പരിധിയിൽ കവിഞ്ഞ് എന്താ പറയുക ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ സെറ്റിംഗ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടിയത് അൺനോൺ കേസായിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസിഷനിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇപ്പോൾ സെറ്റിംഗ് ഒരു പരിധി വരെ നിങ്ങൾക്ക് എവിടെയാണ് ഈ കോൺവെർസേഷൻ നടക്കുന്നത് എന്നൊരു ഇൻഫർമേഷൻ മാത്രമാണ് തരുന്നത്. എക്സെപ്റ്റ് വാർഡാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒബ്സർവേഷൻ റൂം, റിക്കവറി റൂം ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം ഓക്കെ നോൺ കേസാണ്. കാരണം പേഷ്യൻ്റ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തരുന്ന സെറ്റിങ്സാണ് ഇതൊക്കെ അല്ലേ. അതല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സെറ്റിംഗ് കണ്ട് ഒരിക്കലും ഇതാണ് അപ്പോൾ ഇതുകൊണ്ട് അൺനോൺ ആണ്, ഇതുകൊണ്ട് നോൺ ആണ് എന്ന് ചിന്തിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്ത് വിച്ച് ഇസ് റോങ്. First and foremost, what you have to do is you need to understand you can divide the different context into 2, which is non-case scenarios and unknown case scenarios. Okay, so my question is, what do you mean by non-case? എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് നോൺ കേസ് എന്നുള്ളത് അല്ലേ. എന്താണ് ഈ നോൺ കേസ്? നോൺ കേസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് എപ്പോഴും ഒരു പോയിൻ്റാണ് നേഴ്സ് എന്ന് പറയുന്ന ഒരാൾ, അതായത് കാൻഡിഡേറ്റിന് പേഷ്യൻറ്റിന് നേരത്തെ അറിയാം എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ നോൺ കേസ് എടുക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് മാത്രമല്ല നമുക്ക് നോൺ കേസ് ആവുന്നത്. നോൺ കേസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ ടൈപ്സ് ഓഫ് നോൺ കേസ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഡിറ്റർമൈൻ കേസ് ഈസ് എ നോൺ ഓർ നോട്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുമ്പോൾ ഇഫ് ദി ഡേറ്റ ഓഫ് ദ പേഷ്യൻറ്റ് is available at the hospital, അത് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതെന്താണ്? നോൺ കേസാണ്. ഓക്കെ, learn this with me together. Data of the patient is available at the hospital, it is a non case. ഓക്കെ, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അഡ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു റിവ്യൂവിന് വന്നതാണ്, ഓക്കെ, ഡോക്ടർ റെഫർ ചെയ്തിട്ട് വന്നതാണ്, ജസ്റ്റ് എക്സാമിൻഡ് ആണ്. ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പേഷ്യൻറ്റിൻ്റെ ഡേറ്റ അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ഡേറ്റ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഡേറ്റ എന്ന് പറയുന്നൊരു കാര്യം റിസീവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് 2 ടൈപ്പ് ഓഫ് നോൺ കേസസ് ആണുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നേഴ്സിന് പേഷ്യൻറ്റിനെ അറിയാം, നേഴ്സ് നോസ് ദ പേഷ്യൻറ്റ്, പക്ഷേ പേഷ്യൻറ്റിന് നേഴ്സിനെ അറിയില്ല. ഓക്കെ, പേഷ്യൻ്റ് നേഴ്സുമായിട്ട് ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ല. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ്, ദിസ് ഇസ് ദ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്. സെക്കൻഡ് കോണ്ടെക്സ്റ്റ് ഇസ് nurse knows the patient and the patient knows the nurse. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇതാണ് നോൺ കേസ് സിനാരിയോസിൽ വരുന്ന 2 കോണ്ടെക്സ്റ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു ഗൈസ്. ഓക്കെ, now I'll give an example. Okay, so nurse knows the patient എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയയിൽ ജസ്റ്റ് ഇമാജിൻ ഡ്യൂട്ടിയിൽ നേഴ്സ് എ ഉണ്ടായിരുന്നു. Okay, the nurse A was on duty and the patient X came to the hospital. X is the patient. Patient X came to the hospital. Nurse A received the patient, gave all the initial treatments and everything, and imagine patient X is under observation right now. So while he is under observation, nurse A duty time override. Okay, so there comes nurse B. Alright, so what happens here happens something known as handover, isn't it? Nurse A will tell all the details of patient X to nurse B.
അവർ പറഞ്ഞു കൊടുക്കും അല്ലേ, ഇന്ന ബെഡിൽ പേഷ്യൻ്റ് എക്സ് ഉണ്ട്, പേഷ്യൻ്റ് എക്സിന് ഇപ്പോഴത്തെ പ്രോബ്ലം ഇതാണ്, അവർക്ക് ഇന്ന ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന മരുന്നാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പാസ് ഓൺ ചെയ്യും. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് പേഷ്യൻ്റ് എക്സിൻ്റെ ഡേറ്റ എങ്ങോട്ട് പാസ്സായി? ബിയിലേക്ക് പാസ്സായി, നേഴ്സ് ബിയുടെ കയ്യിലേക്ക് കിട്ടി. സോ പേഷ്യൻ്റ് എക്സ് ബിക്കെയിം എ നോൺ കേസ് ഫോർ നേഴ്സ് ബി. അതാണ് നമ്മുടെ ഫസ്റ്റ് സിനാരിയോ. നേഴ്സിന് പേഷ്യൻറ്റിനെ അറിയാം, പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ബിയും എക്സും തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് നോ നേഴ്സ്. അതാണ് ആ കോണ്ടെക്സ്റ്റ്. ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെയിം എക്സാമ്പിൾ ഇറ്റ് സെൽഫ്. നിങ്ങൾ നേഴ്സ് എ ഉള്ളപ്പോഴാണ് ഹോസ്പിറ്റലിൽ വന്നത്, പേഷ്യൻ്റ് എക്സ് വന്നത്, അവർ തമ്മിലായിരുന്നു സംസാരിച്ചത്, പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു, ട്രീറ്റ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു, ഒബ്സർവേഷനിലാണ്. ഒരു 2 hours കഴിഞ്ഞ് പിന്നെയും ചെന്ന് നോക്കുന്നത് നേഴ്സ് എ തന്നെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ബിക്കോസ് നിങ്ങൾ തന്നെയാണ് റിസീവ് ചെയ്തത്, നിങ്ങൾ തന്നെയാണ് 2 hours later പിന്നെയും ചെല്ലുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഈ നോൺ കേസ് സിനാരിയോസിൽ ഈ 2 കാറ്റഗറീസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ ദീസ് ആർ ദ ബേസിക് 2 things. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സിനാരിയോയിൽ നേഴ്സിന് പേഷ്യൻറ്റിനെ അറിയാം, പേഷ്യൻറ്റിന് നേഴ്സിനെ അറിയില്ല എന്നുള്ള കേസാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഡേറ്റ കയ്യിലുണ്ട്, പക്ഷേ പരസ്പരം സംസാരിച്ചിട്ടില്ല. യു ഹാവ് നെവർ ഹാഡ് എനി കോൺവെർസേഷൻ വിത്ത് ഈച്ച് അതർ. അങ്ങനെ വരുമ്പോൾ നോൺ കേസ് ആണെങ്കിലും നേഴ്സ് എന്ത് ചെയ്യണം? നേഴ്സ് ഗ്രീറ്റ് ചെയ്യണം. ഫസ്റ്റ് കേസിൻ്റെ കാര്യമാണ് കേട്ടോ, ഗ്രീറ്റ് ചെയ്യണം. അതിനുശേഷം നേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അവരുടെ പേരെന്താണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതിനുശേഷം വേണമെങ്കിൽ യു ക്യാൻ വെരിഫൈ ദ ഡീറ്റെയിൽസ് ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് ദെൻ സ്റ്റാർട്ട് സ്പീക്കിംഗ്. ഇനി വെരിഫൈ ചെയ്യാതെ നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യാം? ഗ്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോൺ കേസ് ആയതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ പേര് വിളിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡേവിഡ്, മൈ നെയിം ഇസ് റിച്ച എന്ന് പറഞ്ഞും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ എടുത്താലും ഓക്കെയാണ്. ഇപ്പോൾ നേഴ്സിന് പേഷ്യൻറ്റിനെ അറിയാം, പക്ഷേ പേഷ്യൻറ്റിന് നേഴ്സിന് അറിയില്ലാത്ത കോണ്ടെക്സ്റ്റിൽ യു ക്യാൻ ഡു ദാറ്റ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. നമ്മൾ ആദ്യം നോക്കിയതുപോലെ തന്നെ നേഴ്സിന് പേഷ്യൻറ്റിനെയും അറിയാം, പേഷ്യൻറ്റിന് നേഴ്സിനെയും അറിയാം. 2 പേരും പരസ്പരം സംസാരിച്ചിട്ടുള്ള ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ നേഴ്സ് എ പിന്നെയും വരുമ്പോൾ പിന്നെയും പറയേണ്ടല്ലോ, ഹായ് മൈ നെയിം ഇസ് റിച്ച എന്ന് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കേസുകൾ, അതായത് നേഴ്സിനും പേഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമോ എന്നെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നോൺ കേസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ യുവർ പേഷ്യൻ്റ് എന്നോ, യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് എന്നോ, യു ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് പേഷ്യൻ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റുട്ടീൻ വിസിറ്റ് ആയിട്ട് ചെല്ലുന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം യു ആർ ടോക്കിംഗ് വിത്ത് ദിസ് പേഴ്സൺ. സോ യു ക്യാൻ സ്കിപ്പ് യുവർ ഇൻട്രൊഡക്ഷൻ. പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള 2 വ്യക്തികൾ തമ്മിൽ പിന്നെയും കാണുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യാം. അവിടെ ജസ്റ്റ് ഗ്രീറ്റ് ചെയ്യുക. എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം? ഗ്രേറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വേണ്ട. ആൻഡ് ഡയറക്റ്റ്ലി യു ക്യാൻ സേ ആസ്ക് ഹൗ ആർ യു എന്ന് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ ബേസിക് ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇതാണ് നോൺ കേസിൻ്റെ പോയിന്റ്. അപ്പോൾ നോൺ കേസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ? നോൺ കേസ് എന്ന് തിരിച്ചറിയാനായിട്ട് പേഷ്യൻറ്റിൻ്റെ ഡേറ്റ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഡ്മിറ്റഡ് എന്നോ, റിവ്യൂ ആണെന്നോ, ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഷെഡ്യൂൾഡ് ആണെന്നോ, ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് വിട്ടതാണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാകും. ജസ്റ്റ് എക്സാമിൻഡ് ആണെന്നോ, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഡേറ്റ അവൈലബിൾ ആണ്. ഡേറ്റ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നോൺ കേസ് ആണെന്ന് മനസ്സിലായി അല്ലേ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് പരസ്പരം അറിയാമോ അതോ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ പേഷ്യൻറ്റിനെ എന്നാണെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പരസ്പരം അറിയാമെന്നുള്ള കേസാണെങ്കിൽ അതാണ് യുവർ പേഷ്യൻറ്റ്, റുട്ടീൻ വിസിറ്റ്, ജസ്റ്റ് എക്സാമിൻഡ് കേസസ്, അല്ലെങ്കിൽ യു ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് പേഷ്യൻറ്റ്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം അറിയാം എന്നുള്ള കോണ്ടെക്സ്റ്റാണ്. സോ യു ക്യാൻ സ്കിപ്പ് യുവർ ഇൻട്രൊഡക്ഷൻ. ഇതാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു ഗൈസ്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യെസ്, ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെഷൻ. ഓക്കെ, if this is clear, you can comment down so that I'll understand you got the idea. Okay, so this is all about the known case scenarios. So the unknown case scenario is exact opposite of this. So when I tell you data of the patient available ആവുമ്പോഴാണ് known case വരുന്നെങ്കിൽ, opposite is the data of the patient is not available at the hospital. And the easiest way to understand is to look at your task number 1, find out the reason for the visit. Find out the reason for the visit, inquire about the reason for the visit. അങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളെങ്കിൽ അതിനർത്ഥം
അർത്ഥം എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക എന്നുള്ളൊരു മീനിങ് തന്നെയാണല്ലേ. സോ ദാറ്റ് മീൻസ് യു ഡോണ്ട് നോ വൈ ദിസ് പേഴ്സൺ ഇസ് ഹിയർ, സോ യു ഹാവ് ടു ആസ്ക് ഫോർ ദി ഡീറ്റെയിൽസ്. സോ നൗ ഇവിടെ കൂടുതലും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരാൻ കാരണം, ഇൻ സം കേസസ് യുവർ ടാസ്ക് നമ്പർ 1, ഐ എം ടോക്കിംഗ് അബൌട്ട് അൺനോൺ കേസസ്, യുവർ ടാസ്ക് നമ്പർ 1 വിൽ ബി ഫൈൻഡ് ഔട്ട് about the reason for the visit. ഇതായിരിക്കാം ഫസ്റ്റ് ടാസ്ക്. പക്ഷേ when you look at the background detail, അവിടെ തന്നിട്ടുണ്ടാവാം the name of the patient, the age of the patient, you're suspecting this is with the patient, during the examination you found out these things and you're giving details about how to provide the management. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവാം. But your first task is find out the reason for the visit. So you might get confused. So if I get all these details in the background detail about the patient, is it a case where the hospital has the data? No. Don't get confused, because if your task number 1 says find out the reason for the visit, you need to figure out why the patient is there. So you need to start from the basic, like, hi, good morning, my name is this, how can I help you? And then you have to ask, may I know the reason for the visit, and things like that, and get the information, how can I help you, may I know the reason for the visit, what brings you here today, etc, etc. So in your case, even if your background information has your patient, okay, അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും അൺനോൺ കേസ് ആണ്, ഫസ്റ്റ് ടാസ്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ദി ബേസ്. Okay, you only look into these details like your patient, you have been taking care of this patient, etc, when it comes to non-case scenarios. Okay, patient data കയ്യിലില്ല, അതുകൊണ്ട് ഫസ്റ്റ് ടാസ്ക് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ വിസിറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ തന്നിട്ടുണ്ട്, പേഷ്യൻ്റെ ഏജും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോണ്ടെക്സ്റ്റ് ഇൻഫർമേഷൻ. എന്ത് കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു പോയിന്റ് ആണത്. ഓക്കെ, സോ അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് തിങ്. നൗ അനദർ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ദാറ്റ് യു ഹാവ് ഇസ് വിത്ത് യുവർ just examined cases. Just examined cases are pretty much clear, which means you just examine the patient right now, at this moment, right now. So you don't need the greeting. You can skip your intro part. It only has one way of introduction, no matter which topic you are dealing with. The first thing is you say thank you for the cooperation, and you will say that you finished examining the patient. ഇത്ര മാത്രമേ ഉള്ളൂ. And then you will move into presenting the findings of examination. Presenting the findings of examination. This is how you will deal with just examined cases. Pretty much simple. Okay, so this is just an overall idea about the different introductions that you can expect. So it's all about you read the context, you understand the gist of it, you get to understand the context very clearly, like, do I have the data? And if you realize if you have the data, then you have to think like, okay, have I spoken to this person before, and things like that. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് പോകുന്നത്. സോ യു നീഡ് ടു ബി വെരി തറോ അബൌട്ട് ദിസ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നല്ല തറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ബി ഓവർലി കൺസേൺഡ് അബൌട്ട് ഇറ്റ് ആസ് വെൽ. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് പോർഷൻ. ഇനി നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു ഫസ്റ്റ് ഓപ്പണിംഗ് ടാസ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നതാണ് കൺഫേം. ആൻഡ് 90% of the students have this belief, കൺഫേം എന്ന് കണ്ടാൽ നോൺ കേസ് ആണ്. ഓക്കെ, ഫോർ ഷ്യൂർ ആണ്, ഒരു ഡൗട്ടും ഇല്ലാതെ എടുത്ത് പറയും. കൺഫേം, ഇഫ് യുവർ ടാസ്ക് ഹാസ് ദിസ് ആക്ഷൻ വെർബ് കൺഫേം, ഇറ്റ് ഈസ് എ നോൺ കേസ്. No, that is not like that. You have to read the background information, understand the context like which we have discussed just now. അതിൽ എവിടെയെങ്കിലും നോൺ കേസ് ആണ്, ഡേറ്റ അവൈലബിൾ ആണ്, എന്നിട്ടാണ് ഫസ്റ്റ് ടാസ്ക് കൺഫേം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ that is fine. That is a non case. Okay, so let me tell you, in OET speaking, the word confirm has two meanings. In some task, confirm means to ensure. In some other tasks, confirm means to agree. Here under difference under. I'll give an example. So the first task is
confirm the reason for the visit, and in the bracket it is given appointment. So confirm the reason for the visit, in the bracket appointment എന്ന് തന്നിട്ടുണ്ടെങ്കിൽ that means നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടല്ലേ, നിങ്ങൾ അപ്പോയിൻമെൻറ്റിന് വന്നതല്ലേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കൺഫേം ചെയ്യുകയാണ്. സോ യു ആർ എൻഷ്യൂറിങ് ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ കം ദെയർ ഹാസ് ദെയർ ടു ഓർ ഫോർ ദി അപ്പോയിൻമെൻറ്റ്. To agree എന്ന് പറയുമ്പോൾ, imagine you are visiting the patient at home and the patient told you after the surgery the patient is not seeing any improvement, the patient has this swelling and bruises. So you just examined the patient, and yes, as the patient said, you also noticed the bruises and things like that. So you are agreeing with the patient. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്തായിരിക്കും, കൺഫേം ദ പ്രസൻസ് ഓഫ് സ്വെല്ലിംഗ് ആൻഡ് ബ്രൂസസ്. സോ യു ആർ agreeing that yes, as you told me, I can see that you have these bruises എന്ന് പറഞ്ഞായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ഈ ഒരു എഗ്രി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറയുന്ന കേസുകളോ അല്ലെങ്കിൽ എഗ്രീയിങ് വിത്ത് ദ ആ ഒരു കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന കണ്ടീഷൻ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ വരുന്ന കോണ്ടെക്സ്റ്റുകളൊക്കെ ആയിരിക്കും ഈ ഒരു പോയിന്റ് എഗ്രി ചെയ്തു പോകുന്നത്. സോ അപ്പോൾ അത് നോർമലി നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ജസ്റ്റ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ചെയ്തു പോകുന്നൊരു കേസായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഈ എൻഷ്യൂർ ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് മോർ ഇൻ ടു ദാറ്റ്. ഈ എൻഷ്യൂർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ഇസ് ദാറ്റ് രണ്ട് ടൈപ്പ് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഒരു അപ്പോയിൻമെൻറ്റ് സിനാരിയോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ടാസ്കിൽ കൺഫേം ദ റീസൺ ഫോർ ദ വിസിറ്റ്, ഇൻ ദ ബ്രാക്കറ്റ് ഇറ്റ് ഇസ് ഗിവൻ അപ്പോയിൻമെൻറ്റ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ഡ്യൂറിങ് 3 minutes പ്രിപ്പറേഷൻ ടൈം യു ക്യാൻ ആസ്ക് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊരു അപ്പോയിൻമെൻറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പേര് ചോദിച്ചു വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, when you start the conversation, you will start by greeting the patient, and then you will say your name, and then you will verify. അതാണ് ഈ കൺഫേം. എൻഷ്യൂർ അല്ലേ, നമ്മൾ വെരിഫൈ ചെയ്യും. എന്താണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത്, പേഷ്യൻറ്റ് ഡീറ്റെയിൽസ്. യു ഗോയിങ് ടു വെരിഫൈ patient details. Say for example 3 minutes നിങ്ങൾ പേര് ചോദിച്ചു വന്നപ്പോൾ പേഷ്യൻ്റെ പേര് is Glory. Okay, so you will start, good morning, my name is Richa, I am one of the registered nurses on duty today, are you Miss Glory? എന്നിട്ട് നമ്മൾ എന്ത് പറയും, so Miss Glory, you are here for the appointment, or I believe you have an appointment today to discuss this thing എന്ന് പറഞ്ഞ് നമ്മൾ ആ പേർപ്പസ് അങ്ങ് വെരിഫൈ ചെയ്യും. പേർപ്പസ് വെരിഫിക്കേഷൻ. ഇതാണ് ഒരു നോർമൽ ഇൻട്രോ പാർട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എൻ ഐഡിയ. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് പോവാം. ഇനി ഇതിനൊരു എക്സെപ്ഷൻ വരുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ വെൻ യു റീഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ തന്നെ പേഷ്യൻ്റ് ആണിത്. ഓക്കെ, ദിസ് വാസ് യുവർ പേഷ്യൻറ്റ്. പേഷ്യൻ്റ് ഇവിടെ ആയിരുന്ന സമയത്ത് യു വർ ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ്. ദ പേഷ്യൻറ്റ് ഹാസ് കം ഫോർ എ റിവ്യൂവിന് വന്നിരിക്കുകയാണ് എന്നൊരു കോണ്ടെക്സ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദീസ് പോർഷൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് കളയാം. നെയിം പറയേണ്ട ആവശ്യമില്ല, വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് അത് നിങ്ങളുടെ പേഷ്യൻ്റ് ആണ് അല്ലേ. സോ അപ്പോൾ അതാണ് കോണ്ടെക്സ്റ്റ് വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്. കൺഫേം എന്ന് പറയുന്നതിന് കംപ്ലീറ്റ് നോൺ ആയിട്ട് എടുക്കണോ, അതൊരു സെമി നോൺ ആയിട്ട് എടുക്കണോ, കംപ്ലീറ്റ് അൺനോൺ ആയിട്ട് എടുക്കണോ എന്നുള്ളൊരു പോയിന്റ്. ഇനി ഇതിനെ വേണമെങ്കിൽ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ കേസിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടും എടുക്കാം, ഒരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ആസ് unknown case as well. unknown case ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു വർക്ക് ഇറ്റ് വിത്ത് എൻ unknown case. സോ അപ്പോയിൻമെൻറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ യുവർ ഫസ്റ്റ് ടാസ്ക് ഇസ് ടു കൺഫേം ഇൻ ദ ബ്രാക്കറ്റ് അപ്പോയിൻമെൻറ്റ്. ഇതാണ് തന്നിട്ടുള്ള പോയിന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഞാൻ 3 minutes പേരും കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ് ലൈക്ക് എൻ അൺനോൺ കേസ്. എനിക്ക് അൺനോൺ കേസായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് തോന്നുന്നത്. സോ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ഐ ക്യാൻ ഡു ഇറ്റ്. ഇപ്പോൾ നോൺ കേസായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു. നോൺ കേസ് അല്ല, വെരിഫിക്കേഷനിലൂടെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നു. ഇനി അതല്ലാതെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും കാണിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ജസ്റ്റ് ഗ്രീറ്റ്. ആദ്യം ആസ് യൂഷ്വൽ യു ക്യാൻ ഗ്രീറ്റ്, ആൻഡ് ദെൻ യു ക്യാൻ സേ ഹൂ യു ആർ. ദാറ്റ് മീൻസ് യു ക്യാൻ സേ യുവർ നെയിം ആൻഡ് ഡീറ്റെയിൽസ്. Thirdly, just ask him, how can I help you?
അപ്പോൾ അയാൾ കാര്യം പറയും, ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മളപ്പോൾ പറയും ഓക്കെ ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്, ക്യാൻ യു പ്ലീസ് ടെൽ മി യുവർ നെയിം. അപ്പോൾ അയാൾ പേര് പറയും. പേര് പറയുമ്പോൾ നമ്മൾ പറയാണ് ഓക്കെ യെസ് മിസ്റ്റർ ഡേവിഡ്, ഐ ക്യാൻ സീ ദാറ്റ് യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ടുഡേ, യു ആർ കൺഫേമിങ് ദി പർപ്പസ്. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ ഇന്ന ആൾ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നേ. അപ്പോൾ അയാൾ കാര്യം പറയും, എനിക്കിന്നൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. സോ വാട്ട് യു ആർ ഡൂയിങ് ഇസ് ഓക്കെ ഐ സീ ക്യാൻ യു പ്ലീസ് ടെൽ മി യുവർ നെയിം. അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ റെക്കോർഡിൽ എന്തുണ്ടാവും? അവരുടെ പേരും ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലേ. സോ യു ആർ ആസ്കിങ് കുഡ് യു പ്ലീസ് ടെൽ മി യുവർ നെയിം സോ ഐ ക്യാൻ ചെക്ക് മൈ റെക്കോർഡ്സ്. അപ്പോൾ അവൾ പേര് പറയുമ്പോൾ യെസ് ഐ ക്യാൻ സീ ദാറ്റ് ഹിയർ യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് ടു ഡിസ്കസ് ദിസ് ഇസ്ൻ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് കൺഫേം ചെയ്തിട്ട് നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോകാം. ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ദാറ്റ്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് മേക്കിംഗ് സെൻസ് ടു യു. ഇതെല്ലാം ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, ഇതിലൊന്നും നിങ്ങളിങ്ങനെ തല പുകഞ്ഞ് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി ന്യൂനാൻസസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അതിൻ്റെ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ഈസി. Alright, so this is all about the intro part. So I hope it is clear. So if it is clear, please let me know in the comment section. Clear aanundengil clear aannu paraya. Or if you have any questions, feel free to ask me. Okay, if at all you have any questions. So whenever I am just looking at the comment section, I will see your comment. So I will raise out it. Okay, now other discuss edu povam namukku. Okay, so yes, let's move on to the next point. So once you have done with the intro part, the next that comes is called your initial assurance. Okay, initial assurance is something that is known as initial assurance. So this is not a technical term given by OET. This is something that I figured out. Okay, so easy ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പത്തിന് this is a term that I coined. So initial assurance means this is the assurance that you gave right at the beginning of the role play. Role playയുടെ തുടക്കത്തിലേ നിങ്ങൾ കൊടുക്കുന്ന assurance ആണ് എന്ത്? Initial assurance. So when you ask the patient how can I help you or how are you feeling today, you will receive a concern. അവരവരുടെ കാര്യം പറയും അല്ലേ. അപ്പോൾ ആ കാര്യത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു assurance ആണ് എന്ത്? Initial assurance. Say for example, the patient told you, when you asked how can I help you, the patient told you, well, I've been experiencing severe headache and I think it's migraine, so I need some medication. In the patient department, so you are giving this initial assurance. I totally understand that you are experiencing severe headache. Don't worry, you are in the right place. I'll definitely help you with it. This is an assurance right at the beginning, right at the top of the role play. So this is called initial assurance. In a context, you ask the patient how are you feeling today, or a non-case scenario, how are you feeling today? Patient said, I'm not feeling that great. So you understand, okay, patient context വായിക്കുമ്പോൾ മനസ്സിലാക്കാം. patient not feeling good എന്ന് പറയാനുള്ള ചാൻസസ് കൂടുതലാണെങ്കിൽ you can say, I can understand you're going through a difficult situation, but don't worry, you're in safe hands. We are giving you the best treatment, so please don't be worried about it, അല്ലെങ്കിൽ please don't be alarmed about it എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ തന്നെ പേഷ്യൻ്റെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനീഷ്യൽ അഷുറൻസ് എന്ന് പറയുന്നത്. സോ ഇത് ചെയ്യൂ, അക്നോളജ് ചെയ്യൂ, അല്ലെങ്കിൽ അതിന് അഡ്രസ്സ് ചെയ്യുന്ന ചില കാർഡ്സിൽ കാണാറുണ്ട്. ലൈക്ക് ബിഗിനിങ്ങിൽ തന്നെ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ വിസിറ്റ്, സെക്കൻഡ് ടാസ്കിലുണ്ടാവും അഡ്രസ് ദ കൺസേൺ ആൻഡ് കൺസോൾ ദ പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞ് ചില കാർഡ്സിൽ കാണാറുണ്ട്, ചിലതിൽ കാണാറില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും യു ഹാവ് ടു ഡു ദിസ് ബിക്കോസ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് എ കോൺവെർസേഷൻ. This is kind of like, we can call it like the hidden task. Hidden task എന്ന് പറയുമ്പോൾ റോൾ പ്ലേയിൽ അത് വേണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എൻറ്റയർ ഫ്ലോ ഓഫ് കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നമുക്കുള്ള അസസ്മെൻറ്റ് ക്രൈറ്റീരിയൊക്കെ വെച്ച് ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എസെൻസ് വരുന്നത് അപ്പോൾ മാത്രമാണ്. So you need it. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. Okay, so this is the second thing you have to keep in mind. After the initial assurance, then comes your main hero, which is ആക്ഷൻ വെർബ്സ്. സോ അപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ 3 minutesൽ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ട ഏരിയാസ് ആണ് കേട്ടോ. ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ്, രണ്ടാമത് ഇനീഷ്യൽ അഷുറൻസ് ഫിഗർ ഔട്ട് ചെയ്യണം, മൂന്നാമത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ട കാര്യമാണ് ആക്ഷൻ വെർബ്സ്. ഈ ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ വേർഡ്സ് ഇൻ ഈച്ച് ടാസ്ക് ദാറ്റ് ടെൽസ് യു this is what you have to do. So I have seen many people giving some idea to others or explaining things to others by saying that these are the keywords. So the keywords alla.
ഓക്കെ, ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് ആ റോൾ പ്ലേയിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോ ടാസ്കിലും ഓരോ വാക്കുകളുണ്ടാകും. എക്സ്പ്ലെയിൻ, ഫൈൻഡ് ഔട്ട്, ആസ്ക്, ഗീവ്, പ്രൊവൈഡ്, ഇതെല്ലാമാണ് ആക്ഷൻ വെർബ്സ്. ഇത് കീവേഡ്സ് അല്ല. ഇതിന് കീവേഡ്സ് ഒന്നും പലരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഡോണ്ട് ഫോളോ ദാറ്റ്. ഇറ്റ് മീൻസ് ആക്ഷൻ വെർബ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത്, വാട്ട് ആർ യു സപ്പോസ് ടു ഡു, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണോ, നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണോ, നിങ്ങൾ അവരെ കൺസോൾ ചെയ്യുകയാണോ, റീഅഷ്യൂർ ചെയ്യുകയാണോ, സ്ട്രെസ് ചെയ്യുകയാണോ, വാട്ട് എവർ ഈസ് ദ ആക്ഷൻ യു ആർ ഗോയിങ് ടു ഡു. അപ്പോൾ ഈ ഒരു ആക്ഷൻ വെർബ് ഇല്ലാത്ത ടാസ്ക് ഇല്ല. So what you have to do is 3 minutes you need to look at these action verbs and you need to prepare or get an idea about how we are going to expand this action verb into a sentence or how we are going to start it. If you say for example your first task is like find out the reason for the visit or find out more details about the symptoms of the patient. അപ്പോൾ നിങ്ങൾ കണ്ട് ഫൈൻഡ് ഔട്ട് ആണ് എൻ്റെ ആക്ഷൻ വെർബ്. സോ ഫൈൻഡ് ഔട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക, കണ്ടെത്തുക എന്നൊക്കെയുള്ള മീനിങ് ആണ് ഫൈൻഡ് ഔട്ട്. സോ യു ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ബൈ സെയിങ് ഐ വുഡ് ലൈക്ക് ടു നോ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു നോ മാത്രമല്ല അതിനുള്ളൊരു എക്സ്പാൻഷൻ. യു ക്യാൻ സേ ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു പ്ലീസ് ടെൽ മീ. ഓക്കെ, ഓർ യു ക്യാൻ സേ ഐ നീഡ് സം ഇൻഫർമേഷൻ. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. സോ യു നീഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഓരോ ടാസ്കിലും ഈ ഒരു ആക്ഷൻ വെർബ് ഉണ്ട്. അപ്പോൾ ഓരോ ടാസ്കിൻ്റെയും ബിഗിനിങ്ങിലാണ് ഈ ആക്ഷൻ വെർബ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ആക്ഷൻ വെർബിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് എൻ ഈസി എൻട്രൻസ് ടു ഈച്ച് ടാസ്ക്. ഓരോ ടാസ്കിനും തുടങ്ങാനായിട്ടുള്ള നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. സോ ദിസ് ഈസ് സംതിങ് യു ഹാവ് ടു ഡു ഡ്യൂറിങ് 3 minutes. ഇത് നിങ്ങൾക്ക് ഈസി ആവണമെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, യു നീഡ് ടു ബി വെരി തറോ അബൌട്ട് ഇറ്റ്. കോമൺ ആയിട്ട് എക്സാം കാർഡ്സിൽ കാണപ്പെടുന്ന ആക്ഷൻ വെർബ്സ് ഏതൊക്കെയാണ്? ഞാൻ തന്നെ അതിൻ്റെ ലൈവ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ നമ്മൾ സ്പീക്കിംഗ് ക്ലബ്ബിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന എക്സാം കാർഡ്സ് ആയിക്കോട്ടെ, ലൈവ് സെക്ഷൻസിൽ കൊണ്ടുവരുന്ന എക്സാം കാർഡ്സ് ആയിക്കോട്ടെ, അതിലൊക്കെ വരുന്ന ആക്ഷൻ വെർബ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അതിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊരു 3 ഫ്രേസസ്, ഓരോ ആക്ഷൻ വെർബിനും ഒരു 3 ഫ്രേസസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ദ റീസൺ ഐ എം ടെല്ലിങ് യു 3 is because you can see that the same action verb repeats in the same card itself. അതേ കാർഡിൽ തന്നെ 2-3 പ്രാവശ്യമൊക്കെ തന്നെ ഒരു ആക്ഷൻ വെർബ് പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്ത് ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് പഠിച്ചു വയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പോയിന്റ് ആണ്. സോ മേക്ക് ഷുവർ യു ഗൈസ് നോ ഇറ്റ്. Okay, ഇപ്പോൾ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ യു ഗീവിങ് ഔട്ട് ഇൻഫർമേഷൻ. സോ യു ക്യാൻ സേ ഐ വിൽ ബ്രീഫ് ദാറ്റ് ടു യു, I'll explain that to you, I'll give more details about it, let's discuss, I will take you through that. അങ്ങനെ പല രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെ കുറച്ച് നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇത് നേരത്തെ പഠിച്ചു വെക്കുക. അതായത് നിങ്ങൾ റോൾ പ്ലേ ഒക്കെ ചെയ്ത് തുടങ്ങുന്ന ആ ദിവസം തൊട്ട് തന്നെ നിങ്ങളിത് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ബൈ ദ ടൈം യു ഗോ ഫോർ ദ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ആണ്, അതിന് ഇവിടെ ഇങ്ങനെ പറയാം എന്ന് നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിൽ പറയാൻ പറ്റും, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട്. യു ഡു നോട്ട് ഹാവ് ടു വേസ്റ്റ് ടൈം ടു നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആണല്ലേ ഇവിടെ എന്ത് പറയും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന കളയാൻ നമുക്ക് സമയമില്ല. ഓക്കെ, ബട്ട് പ്രീ പ്ലാൻ ചെയ്ത് ഓക്കെ ഇതിങ്ങനെയാണെന്ന രീതിയിൽ നിങ്ങൾ നേരത്തെ തന്നെ അത് പഠിച്ച് മെമ്മറൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഓക്കെ, ഇപ്പോൾ ഇതാണ് അടുത്ത് ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ആഫ്റ്റർ യു ഫിഗർ ഔട്ട് ദി ആക്ഷൻ വെർബ്സ് പിന്നെയാണ് നമ്മുടെ കീവേഡ്സ് വരുന്നത്. ഓക്കെ, കീവേഡ്സിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിർബന്ധമില്ല. Okay, you can use the keyword which is given there, exact same word. ഇനി അതല്ല കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനായിട്ട് സിനോണിംസ് യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സിനോണിംസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇതിന് മറ്റൊരു വാക്ക് എന്താണെന്ന് ആലോചിച്ചിരുന്ന കഷ്ടപ്പെടേണ്ട, just go with the same word itself. പക്ഷേ മാക്സിമം സിനോണിംസ് യൂസ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. കീവേഡ്സ് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും? കീവേഡിൻ്റെ മീനിങ് തന്നെ ദ വേർഡ് വിച്ച് ക്യാരീസ് ദ മീനിങ് എന്നാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദി ആക്ടിവിറ്റി കാണിക്കുന്നതല്ല കീവേഡ് എന്ന് പറയുന്നത്. കീവേഡ് മീൻസ് എന്താണ് ആ കോണ്ടെക്സ്റ്റ്, ആ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന കീവേഡാണെന്ത്, അല്ലെങ്കിൽ ഒരു വാക്കിനാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. വേർഡ് വിച്ച് ക്യാരീസ് ദ മീനിങ് എന്നാണ് എൻ്റെ ഡെഫിനിഷൻ തന്നെ. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഒരു സെൻറ്റൻസിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആക്ഷൻ വെർബിനോട് വാട്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആക്ഷൻ വെർബ് കണ്ടുപിടിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല അല്ലേ. അപ്പോൾ ആക്ഷൻ വെർബിനോട് വാട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് പറഞ്ഞു തരുന്ന വാക്കാണ് നിങ്ങളുടെ കീവേഡ്. ഇപ്പോൾ എക്സ്പ്ലെയിൻഡ് ദ നീഡ് ഓഫ് കണ്ടിന്യൂഡ് ഹോസ്പിറ്റൽ സ്റ്റേ.
They explain the need of continued hospital stay. പെട്ടെന്ന് നമ്മൾ എന്ത് വിചാരിക്കും, ഹോസ്പിറ്റൽ സ്റ്റേയിലേക്ക് നമ്മുടെ ഒരു ശ്രദ്ധ പോകും അല്ലേ? പക്ഷെ അതല്ല നമ്മുടെ കീവേഡ്. നീഡ് ഓഫ് കണ്ടിന്യൂഡ് ഹോസ്പിറ്റൽ സ്റ്റേ, നീഡ് ഓഫ് കണ്ടിന്യൂഡ് സ്റ്റേ എന്നുള്ളതാണ് നമ്മുടെ കീവേഡായിട്ട് അവിടെ വരുന്നത്. ആ നീഡ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദി need of continued hospital stay. So you figured out this is your action verb. അപ്പോൾ explain നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? I would like to tell you. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. I would like to tell you. പിന്നെ എൻ്റെ കീവേഡ് എന്താണ്? ദി നീഡ് ഓഫ് കണ്ടിന്യൂഡ് എന്നുള്ളതാണ് മെയിൻ കീവേഡ് വരുന്നത് അല്ലേ? അപ്പം ഞാൻ ഒന്നെങ്കിൽ എന്തെനിക്ക് ചെയ്യാം, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദ നീഡ് ഓഫ് കണ്ടിന്യൂഡ് ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് ഡയറക്റ്റ്ലി പറഞ്ഞു പോവാം. അപ്പോഴും എനിക്കൊരു പുതിയ സ്റ്റേറ്റ്മെൻ്റ് ആയി. ഇനി അതല്ല, കുറച്ചുകൂടെ പ്രൊഫഷൻസി ലെവൽ കാണിക്കണം എന്നാണെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദി മീനിങ്. മീനിങ് മാറ്റുമല്ല, സോറി, യു ക്യാൻ റീഅറേഞ്ച് ദ ഫ്രേസ് ഓർ യു ക്യാൻ കം അപ്പ് വിത്ത് സിനോണിംസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയണം, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദ നെസസിറ്റി ഓഫ് കണ്ടിന്യൂഡ് ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയാം. ദ നീഡിന് എനിക്ക് എങ്ങനെ മാറ്റാം? നെസസിറ്റി എന്നാക്കാം. ഓർ ഐ ക്യാൻ റീഅറേഞ്ച് ദിറ്റ്സ് ബൈ സെയിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൈ കണ്ടിന്യൂഡ് ഹോസ്പിറ്റൽ സ്റ്റേ ഈസ് നെസസറി എന്ന് പറയാം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഓരോ വാക്കുകളും മാറ്റിമറിച്ചും കീവേഡ്സിൻ്റെ സിനോണിംസ് ഒക്കെ യൂസ് ചെയ്ത് പുതിയൊരു സെൻറ്റൻസ് രൂപീകരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ you can speak fluently without any hesitation or hindrances in between. At the same time, your grammar will be fine, your grammatical mistakes will be limited. But I'm not trying you to limit your ability to construct statements by understanding the meaning. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വായിച്ചു, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഒരുപാട് സെൻറ്റൻസസ് സംസാരിക്കാനുള്ള നിങ്ങളുടെ ഒരു കഴിവിനെ ഞാൻ ലിമിറ്റ് ചെയ്യുകയല്ല. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ്, ഫീൽ ഫ്രീ ടു ഡു ഇറ്റ്. അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബി മൈ ഗെസ്റ്റ്, ഡു ഇറ്റ്. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു സീ യുവർ ക്രിയേറ്റിവിറ്റി ഇൻ ദ സെൻറ്റൻസസ്. ലൈക്ക് ഇഫ് യു ആർ ഏബിൾ ടു ടോക്ക് വെരി ഫ്ലോലെസ്ലി, without major grammatical mistakes, then it's okay. പക്ഷേ what I have normally seen is students struggle. നിങ്ങൾ കുറച്ച് ഒരു 2-3 സെൻറ്റൻസുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അടുത്ത പോയിന്റിലേക്കൊക്കെ പോകുമ്പോൾ അടുത്ത വാക്ക് എന്ത് പറയണം, ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ സെൻറ്റൻസുകളുടെ കണ്ടിന്യൂറ്റി ഇഷ്യൂ, കണക്ഷൻ പ്രോബ്ലംസ്, ഒരു ലോജിക്കൽ ഫ്ലോ ഇല്ലാതെ പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ സ്കോറിനെ വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യും. കേട്ടിരിക്കുന്ന ആൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇൻ്റലിജൻറ്റിൽ സ്കോർ കുറയും. ഫ്ലുവൻ്റ് ആവാതെ വരുമ്പോൾ ഫ്ലുവൻസിയിൽ സ്കോർ കുറയും. ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലും ഗിവിങ്ങിലും ഒക്കെ സ്കോർ കുറയും. സോ അങ്ങനെ നിങ്ങൾക്ക് പല ഏരിയയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ അപ്പോൾ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് വളഞ്ഞു മൂക്ക് പിടിക്കാതെ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ ട്രൈ യുവർ ലിമിറ്റ്സ്. നിങ്ങൾ അതിനെ തന്നെ ചാലഞ്ച് ചെയ്ത് ഓക്കെ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വിത്ത് എ കീവേഡ്. ഓൾറൈറ്റ്, ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം, ദ നെക്സ്റ്റ് തിങ് യു നീഡ് ഇസ് കീവേഡ്സ് കഴിഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഇസ് end of each task. ഓരോ ടാസ്കും എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഈ ഓരോ ടാസ്കും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എക്സ്പ്ലനേഷൻ തുടങ്ങുന്ന ടാസ്ക് തൊട്ടുള്ള കാര്യങ്ങളാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ടൈപ്പ് ഓഫ് ടാസ്ക് ലൈക്ക് എന്തിനാണ് വന്നിരിക്കുന്നത്, വാട്ട് ആർ ദ സിംറ്റംസ്, അങ്ങനത്തെ ടാസ്കുകളല്ല. നിങ്ങൾ ഏത് ടാസ്ക് തൊട്ടാണോ അങ്ങോട്ട് ഡീറ്റെയിൽസ് പറഞ്ഞ് തുടങ്ങുന്ന ടാസ്കുകൾ അവിടം തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ ഫസ്റ്റ് തിങ് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എൻ ഇൻഫർമേറ്റീവ് ടാസ്ക്. ചില ടാസ്കുകൾ ഫുള്ള് നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്, ഇൻഫർമേഷൻ കൊടുക്കുന്ന ടാസ്കുകളായിരിക്കും. ചില ടാസ്കുകൾ മൊത്തം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ടാസ്കുകളായിരിക്കും. അപ്പോൾ ഇൻസ്ട്രക്റ്റീവ്, ഇൻഫർമേറ്റീവും ഇൻസ്ട്രക്റ്റീവും. അപ്പോൾ ആ ടാസ്കിൻ്റെ നേച്ചർ വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കണം അതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അവിടെ ഒരു ചോദ്യം വെച്ചിട്ട് നമ്മൾ തീർക്കുന്നത് അല്ലേ, ഇസ് എ ക്ലിയർ ടു യു, ആർ യു ഫോളോയിങ് മീ. അത് ചുമ്മാ വായിൽ തോന്നിയത് നമ്മൾ ചോദിക്കുകയല്ല, അതിനും ഒരു ടിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് ഒരു ഇൻഫർമേറ്റീവ് ടാസ്ക് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മനസ്സിലായോ എന്നുള്ള ചോദ്യമാണ്. യു ഹാവ് ടു ചെക്ക് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പേഷ്യൻറ്റ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് പേഷ്യൻറ്റിന് മനസ്സിലായോ എന്നുള്ളതാണ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പേഷ്യൻറ്റ്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ചോദിക്കേണ്ടത് ഫീലിംഗ് ഓഫ് ദി പേഷ്യൻ്റ് ആണ്. ഹൗ ദി പേഷ്യൻറ്റ് ഫീൽസ് അബൌട്ട് ഇറ്റ്.
feeling of the patient. ഇതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തു, ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചോദിക്കണം? മിസ് ഐ ക്ലിയർ ടു യു മിസ്റ്റർ ഡേവിഡ്, ആർ യു ഫോളോയിങ് മീ? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? സോ ഹൗ ഡസ് ദാറ്റ് സൗണ്ട്? വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ് എന്നുള്ള രീതി ചോദിക്കാം. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഈ ഇൻഫോർമേറ്റീവിന് താഴെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും യൂസ്ഫുള്ളാണ്, അതും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇൻഫോർമേറ്റീവിന് ഇത് യൂസ് ചെയ്യരുത്. ഓക്കെ, കാരണം ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അബ്നോർമാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇഫ് യു ആസ്ക് ഹൗ ഡസ് ഐ സൗണ്ട് ടു യു എന്നൊക്കെ ചോദിക്കുന്നത് അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ അപ്പോൾ മേക്ക് ഷ്യൂർ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ചോദിക്കേണ്ടത് മനസ്സിലായോ എന്നും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, പ്രാവർത്തികമാണോ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് സ്ട്രഗ്ലിംഗ്. ഒരു ടാസ്ക് തീർത്തിട്ട് എങ്ങനെ ഇത് ഫിനിഷ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകും എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. സോ യു നീഡ് ടു വർക്ക് ഓൺ ദിസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫ്യൂ തിങ്സ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഫോർ ടുഡേ. ഇനി നമ്മൾ ബാക്കി കുറച്ചധികം കാര്യങ്ങളുണ്ട് വിച്ച് വി വിൽ ബി ഡിസ്കസിങ് ദിസ് തേഴ്സ്ഡേ. ബിക്കോസ് ഒരുപാട് പോയിൻറ്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാം കൂടെ റിസീവ് ചെയ്താൽ ഇറ്റ് മൈറ്റ് ബി ലിറ്റിൽ ഓവർവെൽമിങ് ആൻഡ് യു മൈറ്റ് ഫോർഗെറ്റ് ഓൾ ദീസ് തിങ്സ്. സോ ഫോർ ടുഡേ these are the things you need to keep in mind. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. വി ചെക്ക്ഡ് ഇൻ ടു ദി നോൺ കേസ് അൺനോൺ കേസ് സിനാരിയോസ്. നോൺ കേസ് ആണെങ്കിൽ എത്ര ടൈപ്സ് ഓഫ് നോൺ കേസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻസ് എങ്ങനെയാണ്, അൺനോൺ കേസ് ആണെങ്കിൽ അതെങ്ങനെയാണ്, അതുപോലെ തന്നെ ഇനീഷ്യൽ അഷുറൻസ് വരുന്ന കാര്യങ്ങൾ നോക്കി, അതിനുശേഷം ആക്ഷൻ വേർബ്സ് എന്താണെന്ന് നോക്കി, അതിനുശേഷം നമ്മൾ കീവേഡ്സിൻ്റെ കാര്യം നോക്കി. ആൻഡ് ദെൻ വി ഓൾസോ ലേൺഡ് അബൌട്ട് ഹൗ ടു എൻഡ് ഈച്ച് ടാസ്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് റോൾ പ്ലേയിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഇനി ഇതിന് ശേഷമുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് ആൻഡ് വി നീഡ് മോർ ടൈം ടു ഡിസ്കസ് ദാറ്റ് ആസ് വെൽ. ഓക്കെ, വിച്ച് ഐ വിൽ ബി ഡൂയിങ് on Thursday at the same time, so you can catch me on live and get more information. Okay, so yes, I hope it is clear to everyone and you guys got a clear understanding about what are these points. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുമ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു comment down and I will definitely get back to you guys. Okay, either we will post a comment or I'll get back to you in the next live by answering those questions. Okay, so I hope all of you enjoyed the class. Okay, I enjoyed teaching you guys, so I'll see you guys this Thursday. Until then, take care. Good night.